ഇന്ന് നല്ല നാടൻ രീതിയിൽ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പാലക്കാടൻ രീതിയിലുള്ള സാമ്പാറാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു ചീനിച്ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുരുമുളക്, ജീരകം, കുറച്ച് ഉലുവ, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, 5-6 ചെറിയുള്ളി, 1-2 വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കും തക്കാളിയും ചേർത്തിട്ട് ആവശ്യത്തിന് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മുടെ കറി റെഡിയായി. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ട് താളിച്ച് കൂടി ചേർക്കാം. നല്ല അടിപൊളി സാമ്പാറാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.